വന്ദനം. സ്നേഹം, അതെ സ്നേഹം, എന്തൊരു മധുരമായ പദം! ആരെയും അലിയിപ്പിക്കുന്ന, ആപാദചൂടം കുളിരുകോരുന്ന അഭൂമ സുന്ദരമായ സത്യം. അത് ദൂരത്തെ അടുപ്പിക്കുന്നു, കാലത്തെ അതിലംഘിക്കുന്നു, സർഗാത്മകതയെ പരിപൂർണമാക്കുന്നു. കാലിനമ്പനും കരങ്കത്തിറങ്ങനും കരാളവിശ്വാസികൾക്കും അതിന്റെ കരുത്തില്ല. സമുദ്രം പോലും അതിന് വഴിമാറുന്നു എന്ന് തെളിയിച്ച പൊൻതാരകം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ഉണ്ണീശോ. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മകനായി വളർന്നു വന്ന ഉണ്ണീശോയാണ് നമ്മുടെ മാതൃക. ഉണ്ണീശോ മാതാപിതാക്കളെ അനുസരിച്ചും ചെറിയ ചെറിയ ജോലികളിൽ സഹായിച്ചും എല്ലാവർക്കും ഇഷ്ടമുള്ളവനായി വളർന്നു വന്നു. ഉണ്ണീശോയ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മെ പോലെയുള്ള കുഞ്ഞുങ്ങളെയാണ്. അതെ, നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി, ദുസ്സഹമായ വേദന സഹിച്ചു, ക്രൂരമായി പരിഹസിക്കപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, രക്തം ചിന്തി ജീവൻ ബലിയർപ്പിച്ചു. സ്വന്തം രക്തവും ജീവനും നൽകി ഹൃദയം പറിച്ചു തന്ന് ഈശോ നമ്മെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഉണ്ണീശോയെ പോലെ മാതാപിതാക്കളെ അനുസരിച്ചും ചെറിയ ചെറിയ ജോലികളിൽ സഹായിച്ചും ദൈവകൃപയിൽ വളരാം. നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തണമെന്നാണ് ഉണ്ണീശോയുടെ ആഗ്രഹം. വിജയകരവും അർത്ഥപൂർണവുമായ ഒരു ജീവിതയാത്ര ആരംഭിക്കുവാൻ ലാളിത്യങ്ങളെ തിരികെ പിടിക്കണമെന്ന സൗമ്യമായ മന്ത്രണം കാലിത്തൊഴുത്തിലെ പിറവിയിലൂടെ ഉണ്ണീശോയിൽ നിന്നും നമുക്ക് കേൾക്കാവുന്നതാണ്. ഈ ലോകത്തിൽ നിഷ്കളങ്കരായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഉണ്ണീശോ വെളിപ്പെടുത്തിയത്. മാതാപിതാക്കന്മാരുടെ തണലിൽ അവരുടെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ശ്രവിച്ചും അവ അനുസരിച്ചും കുഞ്ഞുങ്ങൾ വളരണം. അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചും അവിടുത്തെ വചനം പാലിച്ചും ജീവിച്ച് നമുക്ക് സ്വർഗത്തിലെത്താം. കുഞ്ഞുങ്ങളായ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ശിശുക്കളായിരിക്കുന്ന കാലഘട്ടം. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോ വളർന്നു വന്നതുപോലെ നമ്മളും വളർന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതിനായി തിരുബാലസഖ്യം നമ്മെ സഹായിക്കും. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന ആപ്തവാക്യവുമായി ഉണ്ണീശോയുടെ സംരക്ഷണയിലാണ് തിരുബാലസഖ്യം പ്രവർത്തിക്കുന്നത്. ഉണ്ണീശോയോടുള്ള ഭക്തിയിൽ വളരുക, എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക എന്നീ 3 ലക്ഷ്യവുമായി കുട്ടികളുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യമാക്കി നിരന്തരം പ്രവർത്തിക്കുന്ന കുട്ടികളുടെ സംഘടനയാണ് തിരുബാലസഖ്യം. പരസ്പരം പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും കുഞ്ഞുങ്ങൾ പരിശീലിക്കുകയാണ് തിരുബാലസഖ്യത്തിലൂടെ. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്തും ബൈബിളും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും വായിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കാനുള്ള ശക്തി നമുക്ക് സംഭരിക്കാം. പ്രിയമുള്ളവരെ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നതുപോലെ നമുക്കും ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടത്തോടൊപ്പം വളരാം. അതിന് തിരുബാലസഖ്യ പ്രവർത്തനം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വളർച്ചയിൽ നമ്മെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരോട് നന്ദിയുള്ളവരായിരിക്കാം. എല്ലാവർക്കും തിരുബാലസഖ്യ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.